കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഞങ്ങൾക്ക് ഉദയഭാരതത്തിന് ഇടയിലുണ്ടായി. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ശതം സമർപ്പയാമി എന്നത് ഒരു ഗതികെട്ട ഇവിടുത്തെ അയ്യപ്പന്മാരുടെ ഗതികെട്ട അവസ്ഥയിൽ നിന്ന് സംഘടനയ്ക്ക് എടുത്തൊരു തീരുമാനമാണ് ശതം സമർപ്പയം. ഇത് 100 രൂപയെങ്കിലും ഈ ദൗത്യത്തിന് വേണ്ടി, അതായത് നമ്മുടെ ജയിലിൽ കിടക്കുന്ന പീഡനം അനുഭവിക്കുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു 100 രൂപയെങ്കിലും എല്ലാവരും സമർപ്പിക്കുക എന്ന ആഹ്വാനമായിരുന്നു ശതം സമർപ്പയം. വളരെ വലിയ പ്രതികരണമാണ് അത് ലഭിക്കുന്നത്. ആ പ്രതികരണം കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ശതം സമർപ്പയാമി എന്ന പരിപാടി ആഹ്വാനം ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ ഫേക്ക് അക്കൗണ്ടുകളാണ്. ആ ഫേക്ക് അക്കൗണ്ട് ചിലത് വളരെ കാര്യമായി പോയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായി ശബരിമല കർമ്മസമിതിയുടെ ശതം സമർപ്പയാമിയുടെ അക്കൗണ്ടായിരുന്നു. അങ്ങനെ പല കോണുകളിൽ നിന്നും വന്നപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പൂട്ടിക്കുകയും വളരെ ശ്രദ്ധാപൂർവം ഇതിലേക്കൊരു അരിച്ചെടുക്കൽ പ്രക്രിയ നടക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഉദയഭാരതത്തിൻ്റെ ഈ കളക്ഷനെ ചെറിയ തോതിൽ പക്ഷേ ശബരിമല കർമ്മസമിതിയുടെ ഭാഗത്തു നിന്ന് സഹകരണം ഉണ്ടായില്ലയോ എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ വേണ്ടി വന്നത്. ആ രൂപത്തിൽ എല്ലായിടത്തും ഒരു ഫേക്കായ അക്കൗണ്ടുകൾ വന്നതുകൊണ്ടാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റേതാണ് എന്ന് കരുതുന്നത്. അല്ലെങ്കിൽ ഈ സമർപ്പണത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ലോകം മുഴുവൻ ഇന്ന് ഇതിൻ്റെ കൂടെയുണ്ട്. നമുക്ക് സമർപ്പിക്കാൻ നല്ല രൂപത്തിലുള്ള പ്രതികരണമുണ്ട്. അതിനേക്കാൾ നമ്മളെ അമ്പരപ്പിക്കുന്ന വസ്തുത, നമ്മൾ ചിലപ്പോൾ തിരക്കിൽ മറന്നു പോകുന്ന കാര്യങ്ങൾ പോലും നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, പത്തനംതിട്ടയിലൊരു പ്രവർത്തകൻ കല്ലെറിഞ്ഞ് കൊല്ലണം. ആ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട നമ്മളെല്ലാവരും ഇവിടെ എല്ലാവരും പോയി അവിടെ പത്തനംതിട്ടയിൽ അതിൻ്റെ കുടുംബസഹായം നിധി കളക്ട് ചെയ്യും. ഒരുപക്ഷെ ഞങ്ങൾ സംസ്ഥാന തലത്തിൽ അതിൻ്റെ ശ്രദ്ധ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. കാരണം ഈ കാര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് നടക്കും. ചെർപ്പളശ്ശേരി സ്വദേശിയായ ഒരു ചേട്ടൻ ഞാൻ ഉച്ചതിരിച്ചിട്ട് വിളിക്കും. ആ ചന്ദ്രനുണ്ണിത്താൻ ചേട്ടൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ വകയായി 1 ലക്ഷം രൂപ കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് അക്കൗണ്ടാണ് തന്നതെന്ന് ഞാൻ അതിലേക്ക് തരാം. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധ വേണ്ടത്ര പതിയേണ്ട മേഖലകളിലേക്ക് കൂടി സമൂഹം ഇങ്ങോട്ട് ശ്രദ്ധ പതിക്കുന്നുണ്ട്. അവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബസഹായ നിധി പത്തനംതിട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ അതിനപ്പുറത്തേക്ക് അതിനൊരു വ്യാപ്തി കൊടുത്തിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്കും വ്യാപ്തി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ 1 ലക്ഷം രൂപ ഈ ചെർപ്പളശ്ശേരിയിൽ പമ്പാവാസൻ ചേട്ടൻ പറഞ്ഞു. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ബഹറിൽ നിന്ന് മറ്റൊരു കുട്ടികൾ ഞങ്ങൾ 51,000 രൂപ ഉണ്ണിത്താൻ ചേട്ടൻ്റെ കുടുംബസഹായ നിധിയിലേക്ക് ഞാൻ കൊടുത്തു. ഇത് വളരെ നല്ലൊരു പ്രതികരണമുണ്ട്. ഇവിടെ പ്രസിദ്ധ സിനിമാ സംവിധായകൻ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹം ഇതുപോലെ അവിചാരിതമായി വിളിക്കും. എൻ്റെ വകയായി 51,000 രൂപ തിരുമല കർമ്മസമിതിക്ക് നൽകുന്നു. അത് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പേഴ്സണലായി വിളിച്ചു വരും. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളുണ്ട്. നല്ല ആത്മവിശ്വാസമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കും എന്നുള്ള നല്ലൊരു ധൈര്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഇപ്പോൾ കേസ് കിടക്കുന്നതും ഒക്കെ PDPP ആക്ട് അനുസരിച്ച് കോടികൾ നഷ്ടപരിഹാരം നീട്ടിവെച്ചിട്ടാണ് നമ്മൾ ജാമ്യത്തിൽ എടുക്കുന്നത്. ധൈര്യമായി മുന്നോട്ട് പോകാൻ ശബരീശൻ നമ്മുടെ എല്ലാ ഇപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ആഗ്രഹതയോടെയാണ് ചേർക്കാൻ വിളിക്കുന്നത്. ഭരണമണ്ഡലക്കാർക്ക് ആഹ്ലാദത്തോടുകൂടി ചേർക്കാൻ വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്താൻ ഇനിയും സാധിക്കും. ജനങ്ങളുടെ പിന്തുണ അവർക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്